മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലടക്കമുള്ള 12 ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ വലിയ സംഘർഷമുണ്ടാവുകയും പിന്നീട് ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ യോഗം ചേർന്ന് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. 12-ന് ചോദ്യം ചെയ്യാനായിരുന്നു നോട്ടീസിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ തനിക്ക് 12-ന് ഹാജരാകാൻ കഴിയില്ലെന്നും ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളുണ്ടെന്നും ആരോഗ്യാവസ്ഥ നല്ലതല്ലാത്തതിനാൽ മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യൽ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇഡിക്ക് വീണ മറുപടി മെയിലും നൽകി. എന്തായാലും ഇഡിയുടെ ഒരു നിയമാവലി പ്രകാരം അല്ലെങ്കിൽ ഇഡിയുടെ ഒരു രീതി പ്രകാരം ഇഡി ഒരു ആളെ ചോദ്യം ചെയ്യാൻ ആദ്യം നോട്ടീസ് നൽകി വിളിപ്പിക്കും. ആ നോട്ടീസ് നൽകുന്ന വ്യക്തി അസൗകര്യം അറിയിച്ചാൽ പിന്നീട് മറ്റൊരു ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെടുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രീതി. എന്നിട്ടും ഹാജരായില്ലെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ കോടതിയിൽ അറിയിച്ച് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിന് എത്തിക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സാധാരണയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാറുള്ളൂ. എന്തായാലും വിജയന്റെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അടുത്തു തന്നെ മറ്റൊരു ദിവസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇഡി നോട്ടീസ് അയക്കും. ആ നോട്ടീസിന് ശേഷമായിരിക്കും വീണ്ടും വീണയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇഡി കടക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് ചില നിർണായക രേഖകളും അതോടൊപ്പം തന്നെ വീണ വിജയന്റെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിശദമായി ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം നടത്തിയത്. കൂടാതെ കരിമണൽ കർത്ത ഉൾപ്പെടെയുള്ള ആളുകളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയ രേഖകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നിർണായകമാകുമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിലും കണ്ണൂർ ധർമ്മടത്തെ വീട്ടിലും അടക്കം നടത്തിയ റെയ്ഡുകളിൽ യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പാർട്ടി പറയുന്നതെങ്കിലും വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മൊബൈൽ ഫോണും ഇഡി പിടികൂടിയിട്ടുണ്ടെന്നും അത് ഇഡിയുടെ പക്കലാണെന്നും നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് വിശദമായി ഇഡി പരിശോധിച്ചതിന് ശേഷമാണ് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ കേസ് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരത്തെ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന അക്രമ സംഭവങ്ങളിൽ CPM-ന്റെ നിരവധിയായ നേതാക്കന്മാർ അറസ്റ്റിലായി ഇപ്പോഴും റിമാൻഡിൽ ജയിലിൽ തുടരുകയാണ്. അവർക്ക് അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ നാളെ അല്ലെങ്കിൽ 12-ന് ഇഡി ചോദ്യം ചെയ്യുമ്പോൾ കൊച്ചി ഇഡി ഓഫീസിന് മുന്നിൽ പ്രതിഷേധമുണ്ടാകുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ തനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്ന് വീണ മെയിൽ അയച്ചതിനെ തുടർന്ന് നാളുകളിൽ ഒരു പ്രതിഷേധവും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ മറ്റൊരു ദിവസത്തേക്ക് വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അന്ന് ഏതെങ്കിലും തരത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിരോധം ഉണ്ടാകുമോ പ്രതിഷേധം ഉണ്ടാകുമോ എന്നെല്ലാം കണ്ടറിയേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി മാത്രമല്ല CPM-ന്റെ പല നേതാക്കന്മാരും പറഞ്ഞത് പിണറായി വിജയനെതിരെ അന്വേഷണം ഉണ്ടായാൽ അല്ലെങ്കിൽ പിണറായി വിജയനെ ഈ കേസിനകത്ത് കള്ളക്കേസ് ചുമത്തി പെടുത്താൻ ശ്രമിച്ചാൽ മാത്രമേ പാർട്ടി പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യമുള്ളൂ. വീണയെ പ്രതിരോധിക്കേണ്ട സാഹചര്യം പാർട്ടിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ സ്വീകരിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ് CPM ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ മുതിർന്ന നേതാവ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ മകൾക്കു നേരെ ഇഡി നടത്തിയ റെയ്ഡ് ആദ്യഘട്ടത്തിൽ പ്രതിരോധിക്കുന്നതിൽ പാർട്ടിക്ക് പാളിച്ചുണ്ടായെന്ന് ചില CPM-ന്റെ നേതാക്കന്മാർ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ആദ്യം റെയ്ഡ് നടന്ന സമയത്ത് കണ്ണൂരിലും കോഴിക്കോട്ടും അടക്കം റെയ്ഡ് ഉണ്ടായപ്പോൾ ഒരേ സമയത്ത് നടന്ന റെയ്ഡിൽ കണ്ണൂരിലും കോഴിക്കോടുമെല്ലാം സമാധാനപരമായി പ്രതിഷേധിച്ചപ്പോൾ തിരുവനന്തപുരത്ത് പ്രതിഷേധം അക്രമാസക്തമാവുകയും ഇഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനമടക്കം അടിച്ചു തകർക്കുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. കൈവിട്ട സമരമാണ് നടന്നത് എന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് തന്നെ ആക്ഷേപമുണ്ട്. എന്തിന് പാർട്ടി അംഗത്വം പോലുമല്ലാത്ത വീണ വിജയന് വേണ്ടി ഇത്തരത്തിൽ സമരം നടത്തി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ ജയിലിലേക്ക് പറഞ്ഞയച്ചു എന്നൊരു ചോദ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇഡി അരയും തലയും മുറയ്ക്ക് തന്നെ രംഗത്തുണ്ട്. ഇഡി രേഖകൾ സഹിതം ചോദ്യം ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ വീണയ്ക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞാൽ പിന്നീട് ഇഡി ഇത് സംബന്ധിച്ച തുടർ നടപടികളിലൊക്കെ ഒന്നും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല. എന്നാൽ ഇഡിക്ക് ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുകയും ഉത്തരം കിട്ടാതെ വരികയും ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.